പേരെന്തായിരുന്നു? ഇസ്മായിൽ പൊട്ടിക്കലി. ഓക്കെ. മുസ്തഫ പൊട്ടിക്കല്. വാഹിദ പൊട്ടിക്കല്. സുബൈറ പൊട്ടിക്കല്. സുനിത പ്രകാശ് മുത്തേടം. നിസീബ ഉള്ളുമ്പ. സുഹറ അരീക്കോട്. ഓക്കെ. അസ്വറുനീസ പെരുമണ്ണ. മോളെ പേര്? അജിയോ ഫാത്തിമ. ഐഷ ഫാത്തിമ. ഞാൻ കോഴിക്കോട് പെരുമണ്ണ സ്വദേശിയാണ്. ഞാൻ ഒരു കിഡ്നി പേഷ്യൻ്റാണ്. എൻ്റെ മോളും അതുപോലെ തന്നെ ഇതൊരു ജനിതക തകരാറാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എനിക്ക് അത്യാവശ്യമായിട്ടൊരു വീടാണ് വേണ്ടി. ഇപ്പം എനിക്ക് വീടൊന്നുമില്ല. ഞാൻ താൽക്കാലികമായിട്ടൊരു ഷെഡിൽ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ രോഗിയായതുകൊണ്ട് കൂടുതൽ രോഗാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഒരു വീടാവോ, അത് ആരെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു തരണം. സൂറ ഇവര് ആസ്പ്രോനിസൈന് അർഹതപ്പെട്ട കുട്ടിയാണോ? ആണ്. ഞാൻ അവളുടെ അടുത്ത് 2-3 ദിവസം പോയി താമസിച്ചിട്ടുണ്ട്. മുസൈബ എങ്ങനെ അർഹതപ്പെട്ട കുട്ടിയല്ലേ? ഓക്കെ. വാഹിദ പറ അവരെ കുറിച്ച്. സറുനീസ അതിന് ഒരുപാട് അർഹതപ്പെട്ട കുട്ടി തന്നെയാണ്. അവരെ ഹെൽപ്പ് ചെയ്യണ്ടേ? അവരെ നമുക്ക് എന്തായാലും ഹെൽപ്പ് ചെയ്യണം, എല്ലാവരും സഹായിക്കണം. ഞാനും അറിയുന്ന ആളാണ്. കുഴപ്പമില്ലല്ലോ ആള്. നിങ്ങളെ അഭിപ്രായം തന്നെ? ഓക്കെ. കുഞ്ഞിന് എന്താ പറയുള്ളത്? സഹായിക്കണം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. ഞാൻ സാദി ഇന്ത്യയാണ്. ഇന്ന് ആസ്ഫറുനീസ് എന്നോട് ഒരുപാട് ദിവസമായി പറയുന്ന അവർക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം. ആദ്യം സ്ഥലം ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഏസിൻ്റെ സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഇതിലൊരു ചെറിയ വീട് വെക്കണം. വലിയ വീടും വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ഈ കുഞ്ഞുങ്ങൾക്ക് കിടന്നുറങ്ങാൻ വേണ്ട ഒരു കൊച്ചു വീടാണ് വേണ്ടത്. അപ്പോൾ അവരെന്നോട് ആദ്യം പറഞ്ഞു ഒരു ഷെഡ് മതി സാധിക്കുക. ഷെഡ് കെട്ടിയാലും ഈ കുട്ടികളെ കൊണ്ട്, പെൺകുട്ടികളാണ്, അവരെ കൊണ്ട് കയറി കിടക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളെ അവസ്ഥയും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് സ്വന്തമായിട്ടൊരു ചെറിയ വീട് വേണം. അതിന് ഞാനും സഹായിക്കണം, ഈ വീഡിയോ കാണുന്ന എല്ലാവരും സഹായിക്കണം. 500 രൂപ വെച്ച് നമ്മളെല്ലാവരും സഹായിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് അവർക്ക് വീട് വെക്കാൻ പറ്റും. എല്ലാ മനുഷ്യരും വലിയൊരു ആഗ്രഹമാണ് ഒരു വീട് എന്നുള്ളത്. ഭക്ഷണം കഴിക്കാൻ അവരെന്തെങ്കിലും ജോലി ചെയ്തിരിക്കും, പക്ഷേ സ്വന്തമായിട്ട് ആരും ബുദ്ധിമുട്ടിക്കാതെ കിടന്നുറങ്ങാൻ ഒരു പാർപ്പിടം എന്നത് എല്ലാവരും സ്വപ്നമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സഹായിക്കണം. എൻ്റെ ഫോളോവേഴ്സ് സഹായിക്കണം, ഇവരെല്ലാവരും വാഹിദാൻ്റെ എല്ലാവരും ഫോളോവേഴ്സും സഹായിക്കണം. നിങ്ങളെല്ലാവരും ഇത് പോസിറ്റീവായിട്ട് എടുത്ത്, ഇത് തട്ടിപ്പും അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അവരുടെ അക്കൗണ്ടിലുള്ള ബാലൻസ് ഞാൻ കാണിക്കുക. 211 രൂപയാണ് അതിലുള്ളത്. 2 മാസം കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് കാണിച്ചു വരും. അതേപോലെ അവരുടെ സ്ഥലത്തിൻ്റെ ആധാരമാണ്. എല്ലാം ജെന്യൂൻ ആയിട്ടുള്ള കേസാണ്. ജെന്യൂൻ ആയിട്ടുള്ള കേസ് മാത്രമേ ഞാൻ വീഡിയോ ചെയ്യുള്ളൂ. അതുപോലെ അതിൻ്റെ ആദ്യ തുക എന്ന നിലക്ക് ഞാൻ വെറുതെ വീഡിയോ ചെയ്തിട്ട് മറ്റുള്ളവരോട് സഹായിക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ആ തുക ഞാൻ ഇന്ന് കൈമാറണം, എൻ്റെ വകയുള്ള തുക. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും അള്ളാനെ വിചാരിച്ച്, ഈ കുഞ്ഞുങ്ങളെ വിചാരിച്ച് ഇവരെ നിങ്ങൾ കൈവിടരുത്. ഇവരെ വീട് കൂടലിൻ്റെ വീഡിയോ നമുക്ക് കാണണം, ഇവരെ സന്തോഷം കാണണം. അതുകൊണ്ട് ഞാൻ കൊടുക്കുന്ന സംഖ്യ എൻ്റെ മരിച്ചുപോയ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും പേരിലാണ് ഞാൻ കൊടുക്കുന്നത്. സാധിക്കാ തന്നതാണ്. 25,000 രൂപ ഉണ്ട്. ഇതുപോലെ എല്ലാവരും സഹായിക്കുമല്ലോ അല്ലേ? നിങ്ങളെ കൊണ്ട് എത്രയാണ് പറ്റുക? ഇവൻ 100 രൂപയാണെങ്കിൽ 100 രൂപയെങ്കിലും കൊടുത്ത് സഹായിക്കണം. ഇവരൊരിക്കലും കൈവിടരുത്. ഇൻഷാ അല്ലാ ഇവരെ നമുക്ക് ചേർത്ത് പിടിക്കണം. ഇവർ നമ്മുടെ ഭാഗം.